പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഗൗതമിന്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗതം നിർമ്മലിനോടുള്ള ദേഷ്യം വീട്ടിലെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് വ്യക്തമാക്കുകയാണ്. മാത്രവുമല്ല, എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ തനിക്ക് വന്ന ദേഷ്യം പ്രകടിപ്പിക്കുന്നതിനായി നിർമ്മലും തയ്യാറായതിനെ തുടർന്ന് കാര്യങ്ങൾ മറ്റൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. പ്രശ്നങ്ങൾ വഷളാകുന്നു. മാത്രവുമല്ല, താൻ അങ്ങനെ ഇറങ്ങിപ്പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നിർമ്മൽ ഇതേ തുടർന്ന് താൻ ഈ വീട്ടിൽ തന്നെ കാണും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഇത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഗൗതത്തിന്. ഇതേ തുടർന്ന് നന്ദയെ ചെന്ന് കാണുന്ന ഗൗതം നന്ദയോട്, നീ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അല്ലാതെ ശരിയാവുകയില്ല എന്നും അതിന് നീ വേണം മുന്നിട്ട് നിൽക്കാൻ. നീയാണ് അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനും നിനക്കാണ് ചുമതല എന്ന് വ്യക്തമാക്കുകയും അവനെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള നിലപാട് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ഗൗതം എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നത്? അവൻ ഇവിടെ നിന്നുവെന്ന് കരുതി എന്തു മാറ്റമാണ് ഗൗതമിന് ഉണ്ടാകാൻ പോകുന്നത്? കൃത്യമായ വാടക നൽകാം എന്നുള്ള കാര്യവും അവൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. വീട്ടിലെ എല്ലാവർക്കും അവൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ തന്നെ ഉണ്ട് എന്നും അറിയിക്കുന്ന നന്ദ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഗൗതം പേടിക്കേണ്ട എന്ന് അറിയിക്കുന്നു. പക്ഷേ ഒരു ഗുണ്ടയെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇതൊരു പോലീസ് ഓഫീസർ താമസിക്കുന്ന വീട് തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നീ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഗൗതം പ്രതികരിക്കുന്നത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് നന്ദ. പക്ഷേ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതും കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതും. താൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പിങ്കിയോട് തുറന്നു പറയാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് നിർമ്മൽ. എനിക്ക് പിങ്കിയെ ഇഷ്ടമാണ്. പിങ്കിയെ സ്വീകരിക്കുന്നതിനും കല്യാണം കഴിക്കുന്നതിനും ഞാൻ തയ്യാറാണ്. പിങ്കി ഒരു യെസ് പറയാൻ മാത്രം തയ്യാറായാൽ മതിയെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോകുന്നു. മാത്രവുമല്ല, എന്തായിരിക്കും പിങ്കിയുടെ തീരുമാനം എന്നറിയാൻ അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ കാര്യം ഗൗതം അറിയാൻ ഇടയായതിനെ തുടർന്ന് പിങ്കിയെ കാണുന്നതിനായി വരികയാണ് ഗൗതം. പിങ്കിയോട് നിർമ്മലിനെ ഒരിക്കലും വിവാഹം കഴിക്കരുത്. അതുപോലുള്ള ഒരു ഗുണ്ടയെ വിവാഹം കഴിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഗൗതം എന്താണ് ഈ തീരുമാനത്തിൽ പിങ്കിയെടുത്ത ഡിസിഷൻ എന്ന് എനിക്കറിയണം എന്ന് നിർബന്ധിക്കുന്നു. ഇതോടെ ഗൗതം എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എങ്കിൽ ഞാൻ നിർമ്മലിനെ തള്ളിക്കളയാമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് പിങ്കി. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗൗതത്തെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.